ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു നല്ലൊരു ഫേസ് പാക്ക് ആയിട്ടാണ് കേട്ടോ. നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റിയതും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറ്റാനും സ്കിൻ നന്നായിട്ട് ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കും കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആൻറ്റി ഏജിങ് പ്രോബ്ലം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്താൽ മതി. റിങ്കിൾസ് ഒക്കെ നന്നായിട്ട് മാറിക്കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത് മാത്രമല്ല, ഒരു 7 ദിവസം നിങ്ങളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിൻ നന്നായിട്ട് നാച്ചുറൽ ആയിട്ട് ഗ്ലോ ആവാനും സ്കിൻ നന്നായിട്ട് കുറച്ചൊക്കെ ലൈറ്റേൺ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കും കൂടിയാണ് ഇട്ടത്. അപ്പോൾ എല്ലാ ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ആണ്, നിങ്ങൾക്ക് നല്ലൊരു ഫേസ് പാക്ക് നിങ്ങൾ തപ്പി നടക്കുകയാണെങ്കിൽ ഇത് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ഒരു മാറ്റം ഉണ്ടാവും കേട്ടോ നിങ്ങളുടെ സ്കിന്നിന്. സ്കിൻ ഡൾ സ്കിൻ ആണെങ്കിൽ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും കൂടി ഈ ഫേസ് പാക്ക് യൂസ് ചെയ്താൽ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും കൂടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ താരം എന്ന് പറയുന്നത് മസൂർ ദാലാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഓറഞ്ച് കളറിലുള്ള ഒരു പരിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് കേട്ടോ. നമ്മുടെ സ്കിൻ നന്നായിട്ട് നാച്ചുറൽ ആയിട്ട് സ്കിൻ ഗ്ലോ ചെയ്യാനും നമുക്ക് സ്കിൻ നന്നായിട്ട് സ്കിൻ ലൈറ്റൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടാണ് ഈ ഒരു മസൂർ ദാൽ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ എന്താണെന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടിട്ട് വരാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തിടുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഞാൻ ഇനി ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് കിട്ടിട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടിട്ട് വരാം. ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ മസൂർ ദാലാണ് കേട്ടോ. മസൂർ ദാൽ എടുത്തിട്ടുണ്ട്. ഇതാണ് ചുവന്ന പരിപ്പ്, മസൂർ ദാൽ അങ്ങനെയൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നേരം സോക്ക് ചെയ്യുക, ഒരു 3-4 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കുക വെള്ളത്തിൽ. എന്നിട്ട് ആ വെള്ളം ഒഴിച്ച് കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ പാലിൽ ഇത് അരച്ചെടുക്കാം, അല്ലെങ്കിൽ വെള്ളം തന്നെ ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് നമ്മുടെ ഫേസ് പാക്ക് ഇടാനുള്ളത് മാത്രം എടുക്കുക. 1 സ്പൂണോ 2 സ്പൂണോ അരച്ച് വെച്ചതിൽ നിന്ന് മാറ്റിയെടുക്കുക. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ വേറെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ഫേസിന് ചേരുന്നത്. ഞാൻ ഇവിടെ എടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരുപാട് വെള്ളമായി പോകാൻ പറ്റില്ല, വെള്ളം പോലെ ആവാൻ പറ്റില്ല, കുറച്ച് കട്ട തൈര് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ആണെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ തൈരായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഡ്രൈ സ്കിൻ ആണെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രാം ഫ്ലോർ അല്ല, മറ്റേ മസൂർ ദാൽ നമ്മുടെ ഫേസിന് ഏത് സ്കിൻ ടൈപ്പിനും നന്നായിട്ട് സ്യൂട്ടായി പോകുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് മാത്രമല്ല നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ മാറ്റാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഹെൽത്തി സ്കിൻ കിട്ടാനും നമ്മുടെ സ്കിന്നിൽ ഓവർ സെബം പ്രൊഡക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നും കൂടിയാണ് കേട്ടോ. പിന്നെ സ്കിൻ നല്ല സോഫ്റ്റ് ആവാനും സ്കിൻ നന്നായിട്ട് ലൈറ്റേൺ ചെയ്യാനും ആൻറ്റി ഏജിങ് ഫൈൻ ലൈൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തടയാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടിയാണ്. അപ്പോൾ ഈ ഒരു മുഖത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു മസൂർ ദാൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ സെബം പ്രൊഡക്ഷൻ കൂടുതലുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഫസ്റ്റ് എൻ്റെ ഫേസിൽ കുറച്ച് ഓയിലി പോലെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം ഫേസ് വാഷ് ചെയ്യുമ്പോൾ ആ ഓയിൽ സെബം പ്രൊഡക്ഷനൊക്കെ കുറയ്ക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം വീറ്റ് ഫ്ലോറിങ് അതിൽ ചേർത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഓയിലി സ്കിൻ പ്രോബ്ലം ആണെങ്കിൽ അത് മാറ്റി, അതായത് ഓയിലി സ്കിൻ ആണ് നിങ്ങളുടെ ആക്നി പ്രോൺ സ്കിൻ ആണെങ്കിൽ അതിലത്തെ ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സ്കിൻ നന്നായിട്ട് ക്ലീൻ ആക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല സ്കിന്നിലുള്ള ടാൻ മാറാനും ആക്നി വന്നിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഫേസിലിത് വെച്ചതിന് ശേഷം ഡ്രൈ ആകുമ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം എടുത്ത് നനച്ച് വെച്ചിട്ടാണ് ഫേസ് ഒന്ന് വാഷ് ചെയ്യുന്നത് കേട്ടോ. അല്ലാണ്ട് ഫേസ് വാഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മൈൽഡായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ആ തൈര് ചേർത്തിട്ടുണ്ടെങ്കിൽ ഡെഡ് സ്കിൻസൊക്കെ പോകാനും നല്ല ഗ്ലോയിങ് സ്കിൻ കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇങ്ങനെ മസാജ് ചെയ്തിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യുകയാണെങ്കിൽ. ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് വെച്ച് നിങ്ങൾക്ക് ഇട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് ഫേസ് ഒന്ന് വാഷ് ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു ലൈറ്റനിങ് എഫക്റ്റ് നമ്മുടെ ഫേസിൽ വന്ന പോലെ ഉണ്ടാവും കേട്ടോ. അത് മാത്രമല്ല നിങ്ങളിത് ഒരു 7 ദിവസം നിങ്ങളിത് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് നല്ലൊരു ചേഞ്ചസ് ഉണ്ടാവും. നല്ല ഒരു ചേഞ്ചസ് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഒരു പരിപ്പ് എല്ലാവരുടെയും കിട്ടണമെന്നില്ല, ജസ്റ്റ് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ ചിലപ്പോൾ കിട്ടും കേട്ടോ. അപ്പോൾ ഫേസിൽ നല്ല ഒരു ഗ്ലോ കൊണ്ടുവരാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഫേസ് പാക്കും കൂടിയാണിത്.
അപ്പോൾ ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടാണ് ഈ ഒരു ഫേസ് വാഷ് ചെയ്ത് കളയുന്നത് കേട്ടോ. ഇത് കുറച്ച് വെള്ളം കൂടിപ്പോയ ഉണങ്ങാൻ ഡ്രൈ ആവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ വെള്ളം അധികം കൂടിപ്പോവാതെ ഞാൻ പറഞ്ഞ പോലെ മസൂർ ദാലിൽ കുറച്ച് വെള്ളം ചേർക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തൈര് വേണമെങ്കിൽ അതിനോടൊപ്പം തന്നെ ആഡ് ചെയ്തിട്ട്, ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ആഡ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അരയ്ക്കുമ്പോൾ തൈര് ഇടാം കേട്ടോ. അതിന് ശേഷം വീറ്റ് ഫ്ലോറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഫേസിന് ചേരുന്നത് ആ ഒരു പൊടി ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ഓയിലി സ്കിൻ ആണെങ്കിൽ നല്ല സെബം പ്രൊഡക്ഷനൊക്കെ കുറയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്കാണ്. നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ പ്രോബ്ലംസിനും മാറ്റാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കും കൂടിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സോ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 തവണയൊക്കെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ആണെങ്കിൽ. ബാക്കിയുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ ഇത് അരച്ച് വെച്ചിട്ട് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണ് ടൈം കിട്ടുന്നത് അപ്പോഴൊക്കെ നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 7 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ സ്കിന്നിന് നല്ലൊരു ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടയിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അടിപൊളി ഒരു ഫേസ് പാക്കാണ്. മസ്റ്റായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കും. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കും കൂടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇനിയൊരു എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടിയാണിത്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. യൂസ്ഫുൾ ആയി വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്താണ് ബെല്ലൈക്കോടി ക്ലിക്ക് ചെയ്ത് വെച്ച് ഇനി ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.